Welcome to the second session of the second module of the course Electrical Technology. Second module deals with the network theorems and transformers. In the last classes, we discussed the Ohm's law. Mathematically, we can write V is equal to I into R, where V is the voltage, I is the current, R is the resistance. Kirchhoff laws. There are two important laws. One is Kirchhoff voltage law, another Kirchhoff's current law. So the Kirchhoff voltage law states that the algebraic sum of voltage rise and voltage drop in a circuit is 0. That is sigma V. V, that is the sum of the voltage in a circuit, and sigma IR, voltage drop, total voltage drop, that is equal to 0. And the Kirchhoff current law states that the entering current is equal to leaving current. Then the analysis of a circuit, that is one method, loop analysis അല്ലെങ്കിൽ mesh analysis. ഇവിടെ യൂസ് ചെയ്യുന്ന law Kirchhoff voltage law ആണ്. And we have discussed some problems. And in this session we discuss about the node analysis, another way of analysis of the electrical circuit. So അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കറണ്ട് ഫ്ലോ ചെയ്യുന്നൊരു പാത്താണ്. ഇതാണ് മീറ്റിംഗ് പോയിന്റ്. ഇതിനെ നമുക്ക് നോഡ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദ ജംഗ്ഷൻ. ഇവിടെ വരുന്ന കറണ്ട് I1 ആൻഡ് ദിസ് ഈസ് I2. ദിസ് ഈസ് ദ ലീവിങ് കറണ്ട് I3. ഇവിടേക്ക് വരുന്ന കറണ്ട് I4. സോ ഇവിടെ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട്. സോ എൻറ്ററിങ് കറണ്ട് ഏതൊക്കെയാണ്? I1, I2, പിന്നെ I4. That is equal to leaving current is I3. So this is the Kirchhoff current law. Then another basic thing is ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് എൻഡിലെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1, റൈറ്റ് എൻഡിലെ പൊട്ടൻഷ്യൽ V2, ആൻഡ് ദ റെസിസ്റ്റൻസ് വാല്യൂ ഇസ് R. ഇവിടെ V1ഉം V2ഉം ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇവിടെ എടുക്കുന്നു V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 എന്ന് എടുക്കുന്നു. സോ V1 കൂടുതലാണെങ്കിൽ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ്. സോ ദ കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ V1 ഹയർ പൊട്ടൻഷ്യലാണ് ദാൻ V2. സോ ദിസ് വിൽ ബി ദ കറണ്ട് ഫ്ലോ I. സോ വാട്ട് ഈസ് ദ കറണ്ട് I? I is equal to, so I is the current through the resistance R. So I is equal to, നമുക്ക് ബേസിക് ഓം ലോ അറിയാം, V is equal to IR. So I is equal to V divided by R. ഇവിടെ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ആറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ലെഫ്റ്റ് സൈഡിൽ V1 ഉണ്ട്, റൈറ്റ് സൈഡിൽ V2 ഉണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലാണ്. സോ ദ വോൾട്ടേജ് ഈസ് V1 minus V2 divided by R. This is the current. So this is the basic concept regarding the node analysis. Now let us discuss one problem. നമ്മൾ ലൂപ്പ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാം. This is the resistance 4 ohm, 5 ohm, this is 8 ohm. Here there is a voltage source. This is another voltage source. $12 volt, 6 volt.
ഇവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാം, ഓർ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് റെഫറൻസ് നോഡ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിട്ട് എടുത്തു, ദാറ്റ് ഈസ് 0 വോൾട്ട്. അതായത് ഈ സിസ്റ്റത്തിൽ ഇവിടെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ബാറ്ററി സോഴ്സിൻ്റെ വോൾട്ടേജ് 12 വോൾട്ട് എന്ന് കിട്ടും. എങ്ങനെയാണ് ഈ 12 വോൾട്ട് കിട്ടുക? ദാറ്റ് ഈസ് ഈ പോയിന്റിലെ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഓർ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് നോഡ്. സോ ഈ റെഫറൻസ് നോഡ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിട്ട് അസ്യൂം ചെയ്തു. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദിസ് ഈസ് എ മീറ്റിംഗ് പോയിന്റ്, സോ ദിസ് ഈസ് ദ നോഡ്. ആൻഡ് ഈ സർക്യൂട്ടിൽ 2 നോഡ്സ് ഉണ്ട്, ആൻഡ് ദിസ് ഈസ് 1 നോഡ് ആൻഡ് അതർ വൺ ഈസ് ദ റെഫറൻസ് നോഡ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ ബ്രാഞ്ച് കറണ്ട് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു പോയിന്റ് എടുത്തു, ദിസ് ഇസ് ദ നോഡ്, ആൻഡ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി അസ്യൂം ചെയ്തു. ദിസ് ഈസ് 1 പാത്ത്, ദിസ് ഈസ് അനദർ പാത്ത്, ദിസ് ഈസ് ദ തേർഡ് പാത്ത്. സോ ഇവിടുത്തെ കറണ്ട് ഞാൻ അസ്യൂം ചെയ്തു, I1 അസ്യൂം ചെയ്തു, അത് എൻട്രിങ് ആണ്. ഇത് I2 and this is I3. This is assumptions. Mark it, that is I1, I2, this is I3, the 3 currents. ഈ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. That is entering current is equal to leaving current. So entering currents are I1 and I2. So I1 plus I2 is equal to I3. Then what is I1? I1 is the current through 4 ohm. 4 ohmil കൂടിയുള്ള കറണ്ട് ആണ് I1 എന്ന് പറയുന്നത്. I1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ 12 വോൾട്ട്. ഒന്നുകൂടെ വരയ്ക്കാം. 4 ഓം. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 12 വോൾട്ട്, റൈറ്റ് സൈഡിലെ വോൾട്ടേജ് വി. ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്ന കറണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, I1. I1 ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 12 മൈനസ് വി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 4. ദിസ് ഈസ് I1. ദെൻ വാട്ട് ഈസ് I2? I2 എന്ന് പറയുന്നത് 5 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്. 5 ഓം. അവിടെ എടുത്തിരിക്കുന്ന അസംഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് I2. റൈറ്റ് സൈഡിൽ വോൾട്ടേജ് 6 വോൾട്ട്, ലെഫ്റ്റ് സൈഡിൽ വോൾട്ടേജ് വി. I2 ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I2 ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 6 ആണ്. 6 മൈനസ് വി ഡിവൈഡഡ് ബൈ 5. ദെൻ വാട്ട് ഈസ് I3? I3 എന്ന് പറയുന്നത് 8 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്. ദിസ് ഈസ് 8 ഓം. ടോപ്പിൽ വോൾട്ടേജ് വി ആൻഡ് ബോട്ടത്തിൽ വോൾട്ടേജ് 0 വോൾട്ട്. I3 ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടോപ്പ് സൈഡിൽ വി മൈനസ് 0 divided by 8, that is equal to V divided by 8. Now Kirchhoff current law apply to I1 plus I2 equal to I3. ഇവിടെ കറണ്ടിന് കിട്ടിയ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 എന്ന് പറയുന്നത് 12 മൈനസ് വി ബൈ 4, 12 മൈനസ് വി ഡിവൈഡഡ് ബൈ 4 പ്ലസ് I2 എന്ന് പറയുന്നത് 6 മൈനസ് v by 5, 6 minus v divided by 5, that is equal to I3 is v divided by 8. This is equal to 12 by 4 minus v divided by 4, equation expand here, plus
6 divided by 5 minus V by 5 is equal to V divided by 8. Vയുടെ ടേംസിനെ എല്ലാം ഈക്വൽസിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ റിമൈനിങ് ടേംസ് ആർ 12 divided by 4 plus 6 divided by 5, that is equal to V by 8 plus minus V by 4 ने ഈക്വൽസിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ it becomes plus V by 4 minus V by 5 ने ഈക്വൽസിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ plus V by 5. This is equal to 12 by 4 plus 6 divided by 5 is equal to V common എടുക്കാം, V into 1 by 8 plus 1 by 4 plus 1 by 5. Twelve by 4 plus 6 by 5 ചെയ്ത് കഴിഞ്ഞാൽ 4.2 എന്ന് കിട്ടും. 4.2 is equal to V into 1 by 8 plus 1 by 4 plus 1 by 5 ചെയ്താൽ 0.575 എന്ന് കിട്ടും. 0.575. So V is equal to 4.2 divided by 0.575. 4.2 by 0.575 is equal to 7.3 volt. 7.3 volt. Then what is the current through I3? The question is find the current through I3. Find the current through 8 ohm. So the current through 8 ohm is I3. I3 is equal to നമ്മളിവിടെ കണ്ടുപിടിച്ചു, it is V divided by 8. V divided by 8, that is equal to 7.3 divided by 8. It is equal to 0.91 ampere. This is the answer. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലൂപ്പ് അനാലിസിസ് വെച്ചിട്ട് ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിരുന്നു. അവിടെ കിട്ടിയ ആൻസറും 0.91 ആംപിയർ. Then another concept is ഇവിടെ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ I2ൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 6 വോൾട്ടിൽ നിന്നും V എന്ന പൊസിഷൻ V എന്ന നോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ്. അതായത് I2 ഈസ് ഫ്ലോയിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഈ I2 ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഫ്ലോ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ റീഡ്രോ ചെയ്യാം. This is 4, 5 ohm, 8 ohm, 12 volt, 6 volt. ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇത് I1, ഇത് I2, ഇത് I3. I1 is the entering current, I2 and I3 are the leaving current. So Kirchhoff current law ഈ നോഡിൽ അപ്ലൈ ചെയ്യുക. And the node voltage is V. I1 is equal to I2 plus I3. What is I1? I1 is 4 ohmil കൂടിയുള്ള കറണ്ട് ആണ്. ലെഫ്റ്റ് സൈഡിൽ 12 വോൾട്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ വോൾട്ടേജ് V ആണ്. സോ I1 is equal to കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലാണ്. I1 ഈ രീതിയിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 12 is greater than V. I1 is equal to 12 minus V divided by 4 is equal to, what is I2?
I2 എന്ന് പറയുന്നത് 5 ഓമിൽ കൂടിയുള്ള കറണ്ടാണ്. I2ൻ്റെ ഒരു സൈഡിൽ വിയും അതർ സൈഡിൽ +6 വോൾട്ടുമാണ് ഉള്ളത്. I2 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നതും. സോ V ഈസ് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട്. സോ I2 ഈസ് ഈക്വൽ ടു V മൈനസ് 6 ഡിവൈഡഡ് ബൈ 5 പ്ലസ് I3 ഈസ് നേരത്തെ അതേ ഇക്വേഷൻ തന്നെ. I3യുടെ ഒരു ഈസ് ദ കറണ്ട് ത്രൂ 8 ഓം. വൺ എൻഡിൽ, അതായത് ടോപ്പ് എൻഡിൽ വിയും ബോട്ടം എൻഡിൽ 0. നമ്മളിതിനെ റെഫറൻസ് നോഡായിട്ട് എടുത്തു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട്. I3 ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ 8. എക്സ്പാൻഡ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 4 മൈനസ് V ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ 5 മൈനസ് 6 ഡിവൈഡ് ബൈ 5 പ്ലസ് V ഡിവൈഡ് ബൈ 8. ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റും റൈറ്റ് സൈഡിൽ വിയുടെ ടേംസും ആക്കുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ബൈ 4. റൈറ്റ് സൈഡ് ഒരു -6/5 ഉണ്ട്. അത് ഈക്വൽസിന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് +6/5 ഈസ് ഈക്വൽ ടു റിമൈനിങ് ടൈം ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് V ഡിവൈഡ് ബൈ 5 പ്ലസ് V ബൈ 8. ലെഫ്റ്റ് സൈഡിൽ ഒരു -V/4 ഉണ്ട്. ഈക്വൽസിന് റൈറ്റിലേക്ക് മാറുമ്പോൾ ഇറ്റ് ബിക്കംസ് +V/4. ഇവിടെ V കോൺസ്റ്റൻ്റ് എടുക്കാം. V ഇൻറ്റു 1/5 പ്ലസ് 1/8 പ്ലസ് 1/4. നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ കൊണ്ട് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് 12/4 പ്ലസ് 6/5 ഈസ് ഈക്വൽ ടു V ഇൻറ്റു 1/8 പ്ലസ് 1/4 പ്ലസ് 1/5. സെയിം ഇക്വേഷൻസ്. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് V ഈസ് ഈക്വൽ ടു 4.2 divided by 0.575, that is equal to 7.3 volt. Then what is the difference? ഈ സെക്കൻഡ് മെത്തേഡിൽ I2 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ I2 ഈസ് ഈക്വൽ ടു, നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് V minus 6/5 ആണ്. സോ I2 ഈസ് ഈക്വൽ ടു V minus 6 divided by 5. V നമുക്ക് കിട്ടിയത് 7.3 ആണ്. സോ 7.3 minus 6 divided by 5. This is 1.3/5. 1.3/5. Then നമ്മൾ പ്രീവിയസ് മെത്തേഡിലാണെങ്കിലോ, പ്രീവിയസ് മെത്തേഡിൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 6 മൈനസ് V/5 ആണ്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് V എന്ന് പറയുന്നത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? V എന്ന് പറയുന്നത് 7.3 തന്നെ. ദാറ്റ് ഈസ് 6 മൈനസ് 7.3 ഡിവൈഡ് ബൈ 5. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1.3 ഡിവൈഡ് ബൈ 5. സോ ഈ രണ്ട് ഡയറക്ഷൻ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് മൈനസ് ആംപിയർ ആണ്, മൈനസ് കറണ്ടാണ്. മൈനസ് കറണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൈനസ് കറണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിവിടെ അസ്യൂം ചെയ്തത് ഈ ഡയറക്ഷനിലാണ്. ബട്ട് ആക്ച്വൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ ഓപ്പോസിംഗ് ആണ്. ശരിക്കും ആക്ച്വലി കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 1.3/5. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. പോസിറ്റീവ് വാല്യൂ കിട്ടിയത് മനസ്സിലാകുന്നത് എന്താണ്? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള കറണ്ട് തന്നെ, അല്ലെങ്കിൽ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് I2 ഈസ് ഈക്വൽ ടു 1.3/5 പോസിറ്റീവ് വാല്യൂ. സോ ദാറ്റ് മീൻസ് ദ അസ്യൂം ഡയറക്ഷൻ ഈസ് ദ കറക്റ്റ്. But here it becomes minus value. Minus value means assumed direction is opposite to the actual direction. Actual direction ഈ രീതിയിലായിരിക്കും. That is from left to right.
സോ ദാറ്റ് ഈസ് നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസ് നമ്മളൊരു നോഡ് അസ്യൂം ചെയ്യുന്നു, അവിടെ നമ്മൾ ആ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നു. അതായത് എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലിവിങ് കറണ്ട്. അതിൽ നിന്ന് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ വി ആർ റൈറ്റിംഗ് ദ കറസ്പോണ്ടിങ് കറണ്ട്സ്. ഓക്കെ, താങ്ക് യു.